നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ന് കർക്കിടകം 1. രാമകഥാശീലുകളുടെ ദിനരാത്രങ്ങൾക്ക് തുടക്കം. രാമായണ മാസത്തെ വരവേൽക്കാൻ വീടുകളും ക്ഷേത്രങ്ങളും ഒരുങ്ങി. അന്നമനട മേലടൂരിൽ സ്കൂൾ ബസ് ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. കുരുവിലശ്ശേരി സ്വദേശിയും സ്കൂൾ ബസ് ഡ്രൈവറുമായ സഹദേവനാണ് കുഴഞ്ഞു വീണു മരിച്ചത്. പറവൂർ ചേന്നമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ ചൊവ്വാഴ്ച വിദ്യാർത്ഥികൾക്ക് നൽകിയത് പഴകിയ അരിയുടെ ഉച്ചഭക്ഷണമാണെന്ന് പരാതി. കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനാൽ രക്ഷിതാക്കൾ ബുധനാഴ്ച പരാതിയുമായി സ്കൂളിലെത്തി. വാർത്തകൾ വിശദമായി. ഇന്ന് കർക്കിടകം 1. രാമായണ മാസാചരണത്തിന് തുടക്കം. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഒരു മാസം ഭക്തർ രാമായണത്തിന് പ്രാധാന്യം നൽകുന്നു. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇനി രാമായണം ശീലുകൾ നിറയും. കർക്കിടകത്തിൽ രാമായണ പാരായണത്തിനൊപ്പം നാലമ്പല ദർശനവും പുണ്യമാണെന്നാണ് വിശ്വാസം. കർക്കിടകത്തിൽ രാമായണ പാരായണത്തിനൊപ്പം നാലമ്പല ദർശനവും പുണ്യമാണെന്നാണ് വിശ്വാസം. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനം. കേരളത്തിൽ പലയിടത്തും നാലമ്പല ദർശനമുണ്ട്. ഇതിൽ ഏറ്റവും പ്രസിദ്ധമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, പായമൽ ശത്രുഘ്നൻ ക്ഷേത്രം എന്നീ 4 ക്ഷേത്രങ്ങളിലെ ദർശനം. തൃപ്രയാറിൽ തുടങ്ങി കൂടൽമാണിക്യം, മൂഴിക്കുളം വഴി പായമലിൽ എന്നാണ് നാലമ്പല ദർശനത്തിന്റെ ക്രമം. കർക്കിടകത്തിൽ ഭക്തരുടെ പ്രവാഹം കണക്കിലെടുത്ത് 4 ക്ഷേത്രങ്ങളിലും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മലയാളിയുടെ ആയുർവേദ കാലം കൂടിയാണ് കർക്കിടകം. പത്തിലത്തോരനിൽ പട്ടിണി മാറ്റാനുള്ള ശ്രമം കർക്കിടകത്തിന്റെ ശീലവും ശൈലിയുമായി മാറി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അന്നമനട മേലടൂരിൽ സ്കൂൾ ബസ് ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. കുരുവിലശ്ശേരി സ്വദേശിയും സ്കൂൾ ബസ് ഡ്രൈവറുമായ സഹദേവനാണ് കുഴഞ്ഞു വീണു മരിച്ചത്. പൂപ്പത്തി സരസ്വതി വിദ്യാലയത്തിലെ ബസ് ഡ്രൈവറാണ് സഹദേവൻ. അപകടമില്ലാത്ത വിധത്തിൽ വാഹനം നിർത്തി കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കിയതിനു ശേഷമാണ് സഹദേവൻ മരണത്തിന് കീഴടങ്ങിയത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കുഴഞ്ഞു വീണതിനെ തുടർന്ന് അടുത്തുള്ള പെട്രോൾ പമ്പിലെ ജീവനക്കാരുടെ സഹായത്തോടെ അതുവഴി വന്ന കാറിൽ സഹദേവനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പറവൂർ ചേന്നമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ ചൊവ്വാഴ്ച വിദ്യാർത്ഥികൾക്ക് നൽകിയത് പഴകിയ അരിയുടെ ഉച്ചഭക്ഷണമാണെന്ന് പരാതി. ഏതാനും ചില കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനാൽ രക്ഷിതാക്കൾ ബുധനാഴ്ച പരാതിയുമായി സ്കൂളിലെത്തി. വിദ്യാലയത്തിൽ സൂക്ഷിച്ചിരുന്ന അരിച്ചാക്കുകൾ പരിശോധിച്ചപ്പോൾ പുഴുവിനെയും ഉച്ചിനെയും കണ്ടെത്തി. അതേസമയം സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു എന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിലെത്തി അരി സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ പൂട്ടുകയും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. സ്കൂളിന് പുറത്ത് സമരം ചെയ്യണമെന്ന് ഏതാനും DYFI പ്രവർത്തകർ ആവശ്യപ്പെട്ടത് തർക്കത്തിനിടയാക്കി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ദുർഗന്ധവും മറ്റുമുണ്ടായതിനാൽ ചൊവ്വാഴ്ച നൽകിയ ഉച്ചഭക്ഷണം പല കുട്ടികളും പൂർണ്ണമായി കഴിച്ചില്ലെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. വയറിന് അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച ഏതാനും ചില വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. സപ്ലൈകോയിൽ നിന്ന് വിദ്യാലയത്തിലെത്തിച്ച അരിച്ചാക്കുകളിൽ വിളവെടുപ്പ് നടത്തിയ ക്രോപ്പ് ഇയർ 2023-2024 എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പാക്ക് ചെയ്ത മാസവും തീയതിയും എക്സ്പയറി തീയതിയും ഇല്ല. ജൂൺ മാസത്തിൽ കൊണ്ടുവന്ന അരിയും ഒരാഴ്ച മുൻപ് എത്തിച്ച അരിയും സ്കൂളിലുണ്ടായിരുന്നു. ജൂൺ മാസത്തിൽ കൊണ്ടുവന്ന അരിക്ക് നിറവ്യത്യാസമുണ്ട്. സ്കൂളിലെത്തിയ ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ എല്ലാ അരിച്ചാക്കുകളും അഴിച്ചു പരിശോധിക്കുകയും ജൂണിൽ കൊണ്ടുവന്ന അരി മോശമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ സ്കൂളിലെ ഒരു ക്ലാസ്സിൽ തന്നെ 20-ൽ പരം വിദ്യാർത്ഥികൾ ഒരു ദിവസം അവധിയെടുത്തപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതായി വ്യാജ പ്രചരണം നടന്നിരുന്നു. പനിയും മറ്റും ബാധിച്ചാണ് ഇത്രയേറെ വിദ്യാർത്ഥികൾ വരാതിരുന്നതെന്നാണ് സ്കൂൾ അധികൃതർ അന്ന് അറിയിച്ചത്. തുടർന്ന് സ്കൂളിലെ അരിയുടെ സാമ്പിൾ പരിശോധിച്ച ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ പ്രശ്നങ്ങളില്ലെന്ന റിപ്പോർട്ട് രേഖാമൂലം സ്കൂളിന് നൽകുകയും ചെയ്തു. പ്രശ്നം രൂക്ഷമായതോടെ പുറത്തുനിന്ന് വേറെ അരി വാങ്ങിക്കൊണ്ടുവന്നാണ് ഇന്നലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകിയത്. എന്നാൽ ദുർഗന്ധം എന്നത് റേഷൻ അരിയുടേതായ മണമായിരുന്നെന്നും ഭക്ഷണം കഴിച്ചപ്പോൾ കാര്യമായ പ്രശ്നം തോന്നിയില്ലെന്നും ദുർഗന്ധം തോന്നിയ അരിയുടെ ചോറ് കുട്ടികൾക്ക് കൊടുക്കാതെ മാറ്റിയിരുന്നെന്നുമാണ് സ്കൂളിലെ പ്രധാനാധ്യാപിക പറയുന്നത്. സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി വിതരണം നടത്തിയ അരിയിൽ പുഴുവിനെയും ഉച്ചിനെയും കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ ആവശ്യപ്പെട്ടു.
അതേസമയം സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ പറഞ്ഞു. 1 മാസം മുമ്പ് ചില കുട്ടികൾക്ക് പനി ബാധിച്ചിരുന്നു. അന്നും സമാന രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടന്നതിനെ തുടർന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ സാമ്പിളുകൾ ശേഖരിക്കുകയും കുട്ടികൾക്കു നൽകിയ ഭക്ഷണത്തിന് അപാകതയില്ലെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ചൊവ്വാഴ്ച വിതരണം ചെയ്ത ഉച്ചഭക്ഷണത്തിൽ ഉച്ചിനെ കണ്ടതായും മണം ഉണ്ടായിരുന്നതായും കുട്ടികൾ വീടുകളിൽ അറിയിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സപ്ലൈകോയിൽ നിന്ന് വിതരണം ചെയ്ത അരിച്ചാക്കുകളിൽ ചിലതിനെ ഉച്ചിനെ കണ്ടെത്തിയിട്ടുണ്ട്. പഴക്കം ചെന്ന അരിയാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് സപ്ലൈകോ ഇത് തിരിച്ചെടുത്ത് പകരം ഗുണമേന്മയുള്ള അരിയും ഭക്ഷ്യവസ്തുക്കളും നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അരിയിൽ കണ്ട ഉച്ചിനെ ഒച്ചാണെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തിയത് തീർത്തും തെറ്റായ ഒന്നാണ്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിനെ തകർക്കാനുള്ള നീക്കങ്ങൾ പ്രതിരോധിക്കണമെന്നും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ പറഞ്ഞു. മീഡിയ ടൈം, പറവൂർ. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂളിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ചിന്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടന OSAയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ദന്തരോഗ നിർണയ ക്യാമ്പ് നടത്തി. സ്കൂൾ മാനേജർ ഫാദർ പോൾ തോമസ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് ബൈജു പാറേക്കാടൻ, പ്രധാനാധ്യാപിക സീമ VJ, PTA പ്രസിഡന്റ് കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ഡെന്റൽ ഫ്രാക്ചർ, പറഞ്ഞുപോയ പല്ലുകളുടെ പുനരുപയോഗം എന്നതിനെപ്പറ്റി ഡോക്ടർ ലൂക്ക ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നൽകി. ജനിക്കുമ്പോൾ വരുന്ന പാൽ പല്ലുകള് 12 വയസ്സോടുകൂടി നമ്മുടെ വായിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതെയാവും. അതിനുശേഷം നമ്മുടെ വായിൽ നിൽക്കുന്ന പല്ലുകളൊന്നും കൊഴിഞ്ഞു പോകുന്നതിന് പ്രായമില്ല. അല്ലെങ്കിൽ നമ്മൾ പറയില്ല വയസ്സായി ഇനി പല്ലൊക്കെ പോകുന്ന പ്രായം. അങ്ങനെയല്ല, നമ്മൾ മരിക്കുമ്പോൾ അത് നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിനാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓടിക്കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടികൂടുന്ന മിക്കവാറും ഇടികൂടില്ല വീട്ടില്, അനിയന്മാരോ ചേട്ടന്മാരോ ചേച്ചിമാരൊക്കെ ഇടികൂടില്ലേ. അതുപോലെ നമ്മൾ ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, പല കാര്യങ്ങൾ ചെയ്യും. ഈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തിനോ പല്ലിലോ ഒരു തട്ട് കിട്ടിയാൽ സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് അവൾഷൻ എന്ന് പറയുന്നതും 2 ഫ്രാക്ചർ. മുഴുവൻ കുട്ടികൾക്കും ദന്തപരിശോധനാ റിപ്പോർട്ട് നൽകി. ഡോക്ടർ ഹന്ന, ഡോക്ടർ ഷഫ്ന, ഡോക്ടർ ലൂക്ക ജോസഫ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കൊടകര ആലത്തൂർ ALP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച AC ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും സോളാർ ഉപയോഗിച്ച് 100% വൈദ്യുതീകരിച്ച വിദ്യാലയമായി മാറിയതിൻ്റെയും ഉദ്ഘാടനം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് പ്രതിനിധി CG അനൂപ്, ഹെഡ്മിസ്ട്രസ് PM ജിൻസ, സ്റ്റാഫ് പ്രതിനിധി TR കൃഷ്ണപ്രിയ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം TK സതീശൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MS രാജീവ്, കൊടകര പോലീസ് CRO സാജു പൗലോസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TK സലീഷ്, സ്കൂൾ മാനേജർ T രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. UDF അധികാരത്തിലെത്തിയാൽ ലഹരി മാഫിയയെ അമർച്ച ചെയ്യുമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കൺവെൻഷനും ആദരവും കാരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സന്ദീപ് വാര്യർ. നമ്മൾ ഓരോരുത്തരും ആ ജനങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഇനിയുള്ള ഓരോ നിമിഷവും ഒറ്റക്കെട്ടായി ഒത്തൊരുമയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ജനങ്ങളോട് ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത്. നമ്മളത് ചെയ്യാതിരുന്നാൽ കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ ചെയ്യുന്ന അനീതിയായി പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഐക്യബോധത്തോടു കൂടി, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്നിട്ട് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ട സമയമാണ്. വാസ്തവത്തിൽ ലോകത്ത് സ്ത്രീകൾ മുൻകൈയെടുത്ത് നടത്തിയ രാഷ്ട്രീയ ക്യാമ്പയിനുകളിൽ ഏറ്റവും വലുത്, ഏറ്റവും ദൈർഘ്യമേറിയത് ഞാൻ പരിശോധിച്ചപ്പോൾ അത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ സ്ത്രീകൾ ഒത്തൊരുമിച്ച് ഏകദേശം 2 വർഷത്തോളം എടുത്ത് നടത്തിയിട്ടുള്ള മദ്യവിരുദ്ധ ക്യാമ്പയിൻ. ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ജീവകാരുണ്യ മേഖലകളിലെ പ്രവർത്തനത്തിനും നേതൃത്വത്തിനും അംഗീകാരമായി മേരി ജോളി, പ്രൊഫസർ KS സിറാജ്, CP സാലിഹ്, ഫസലു റഹൻ എന്നിവരെ ആദരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ ദീപു കരുണാകരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. 100 ക്യാൻസർ രോഗികൾക്ക് CP മുഹമ്മദ് ട്രസ്റ്റിന്റെ ധനസഹായം കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി വിതരണം ചെയ്തു. ക്യാൻസർ ബാധിതയെ മരണപ്പെട്ട മാതാവിന്റെ ഓർമ്മയ്ക്കായാണ് ക്യാൻസർ രോഗികൾക്കായി ഈ സഹായം നൽകുന്നതെന്ന് CP സാലിഹ് പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല,
INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി എന്നിവർ മുഖ്യാതിഥികളായി. KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൽ സലാം, കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P മേനോൻ, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ES സാബു, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത്, KSSPA സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആശാ കമറുദ്ദീൻ, പ്രവിന്ധ വിജുമോൻ, നേതാക്കളായ CB ജയലക്ഷ്മി ടീച്ചർ, സരോജിനി ശിവദാസൻ, RB മുഹമ്മദ് അലി, PK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, സാജു തോമസ്, നാസർ കറുകപ്പാടത്ത്, ജോസ്മി ടൈറ്റസ്, KS രാജീവൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് കർക്കിടകം 1, രാമകഥാശീലുകളുടെ ദിനരാത്രങ്ങൾക്ക് തുടക്കം. രാമായണ മാസത്തെ വരവേൽക്കാൻ വീടുകളും ക്ഷേത്രങ്ങളും ഒരുങ്ങി. അന്നമനട മേലടൂരിൽ സ്കൂൾ ബസ് ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. കുരുവിലശ്ശേരി സ്വദേശിയും സ്കൂൾ ബസ് ഡ്രൈവറുമായ സഹദേവനാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. പറവൂർ ചേന്നമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ ചൊവ്വാഴ്ച വിദ്യാർത്ഥികൾക്ക് നൽകിയത് പഴകിയ അരിയുടെ ഉച്ചഭക്ഷണമാണെന്ന് പരാതി. കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനാൽ രക്ഷിതാക്കൾ ബുധനാഴ്ച പരാതിയുമായി സ്കൂളിലെത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.